നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺസ് നിങ്ങൾ അടുത്തെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ മിക്കവാറും അതൊരു നെഗറ്റീവിലേക്കോ അല്ലെങ്കിൽ ഒരു 5% താഴെ ആവാനാണ് ചാൻസ് ഉള്ളത്. ഈവൻ കഴിഞ്ഞ 2 ഇയേഴ്സിൽ നിങ്ങൾ SIP ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യമായിട്ട് റിട്ടേൺസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ SIP ചെയ്ത് കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കാമെന്നും 12% റിട്ടേൺസ് ഉണ്ടാക്കാമെന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെറും തട്ടിപ്പായിരുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ SIP ത്രൂ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പരിപാടി ആക്ച്വലി ഈ പറഞ്ഞ പോലെ റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കുന്ന സംഗതിയാണോ അല്ലെങ്കിൽ വെറും ഫ്രോഡ് ആണോ, സ്കാം ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടിരിക്കുക. ഒരു റിയൽ പിക്ചർ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നമ്മുടെ പോർട്ട്ഫോളിയോ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 1 വർഷവും 2 വർഷമൊക്കെ കാര്യമായിട്ട് റിട്ടേൺസ് തരാത്തത്? ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാത്രമല്ല, ഇന്ത്യയിലെ 90% മ്യൂച്വൽ ഫണ്ട്സും കാര്യമായിട്ട് റിട്ടേൺസ് വന്നിട്ടില്ല. അതിൻ്റെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ Nifty 50 പോലത്തെ ഒരു ഇൻഡെക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Nifty 50 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, വളരെ സിമ്പിളായിട്ട് ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനീസാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ടോപ്പ് 50 കമ്പനീസിൻ്റെ പെർഫോമൻസ് ആണ് Nifty 50 പറഞ്ഞുതരാം. ഈ Nifty 50 നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്, വേറെ കാര്യം. എങ്കിലും അതിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷം തന്ന റിട്ടേൺസ് -3% ആണ്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന ദിവസം വരെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷവും കാര്യമായിട്ട് റിട്ടേൺസ് തന്നിട്ടില്ല. നിങ്ങൾ കുറച്ചും കൂടി ചെറിയ കമ്പനീസിൽ കുറച്ചുകൂടി ഹൈ റിസ്ക് ഹൈ റിട്ടേൺസ് എന്ന് പറയപ്പെടുന്ന സ്മോൾ ക്യാപ് കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റിട്ടേൺസ് അതിനേക്കാൾ കുറവായിരിക്കും. കാരണം ഇന്ത്യയിലെ എല്ലാ സ്മോൾ ക്യാപ് കമ്പനീസും വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തെ നമ്മൾ ഡേറ്റ നോക്കുകയാണെങ്കിൽ -4% നിൽക്കുന്നത്. അതായത് ആക്ച്വലി നിങ്ങൾ പൈസ നഷ്ടപ്പെടുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ഒരു വർഷം ഈ സ്മോൾ ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ. ഇപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഫാക്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ മാത്രം പോർട്ട്ഫോളിയോ അല്ല, ഇന്ത്യയിലെ എല്ലാ മ്യൂച്വൽ ഫണ്ട്സും എല്ലാ സ്റ്റോക്സും കഴിഞ്ഞ 1-2 വർഷമായിട്ട് കാര്യമായിട്ട് പെർഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോക്സ് ആയിക്കോട്ടെ അതും കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത്, ഇങ്ങനെയല്ലല്ലോ പൊതുവെ ആൾക്കാർ പറയുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ആണെങ്കിലും യൂട്യൂബിലെ വീഡിയോസിലാണെങ്കിലും പൊതുവെ ആൾക്കാർ പറയുക SIP ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 12% റിട്ടേൺ കിട്ടും, 12% റിട്ടേൺ കിട്ടും എന്നൊക്കെയല്ലേ പറയുക. അപ്പോൾ ഈ 12% നമ്മൾ കഴിഞ്ഞ 1-2 വർഷത്തിൽ പോലും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊരു സ്കാം ആണോ എന്നാണ്. അപ്പോൾ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈവൻ Nifty 50 നമ്മൾ എടുക്കുകയാണെങ്കിൽ Nifty 50 എന്ന് പറഞ്ഞാൽ പൊതുവേ സേഫ് ആയിട്ടുള്ള ലാർജ് ക്യാപ് കമ്പനികളാണ്. നമ്മൾ 90 മുതലുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് SIP മോഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 12%, 13%, ചിലപ്പോൾ 14% ഒക്കെ റിട്ടേൺസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഈ 12% കിട്ടുക എന്നല്ല. 12% ഒരു CAGR റിട്ടേണിൻ്റെ അളവാണ്. ഇത് തെറ്റൊന്നല്ല, ഇത് സ്കാമൊന്നുമല്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇത് ഓരോ വർഷവും 12% തന്നു എന്നല്ല ഇതിൻ്റെ റിയാലിറ്റി. ഓരോ വർഷവും 12% ഫിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ അവസാനം കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവില്ലേ, അത്ര തന്നെ എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ വഴി ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ അർത്ഥം ഓരോ വർഷം 12% ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കിയാൽ, ഈ ചാർട്ട് നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും Nifty 50യുടെ ഓരോ കാലണ്ടർ ഇയർ, ഓരോ വർഷത്തിൻ്റെയും റിട്ടേൺസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ചില വർഷം 24% ആയിരിക്കും, ചില വർഷം വീണ്ടും നമ്മൾ ഈ വർഷം കാണുന്ന പോലെ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഈ വർഷം കണ്ടതിനേക്കാളും നെഗറ്റീവ് റിട്ടേൺസ് തന്ന വർഷങ്ങളുണ്ട്. 13% നെഗറ്റീവ് റിട്ടേണും 15% തന്ന വർഷങ്ങളുണ്ട്. പിന്നീട് ചിലപ്പോൾ ഒരു വർഷം കാര്യമായിട്ട് ഒരു റിട്ടേൺ തരില്ല. പക്ഷേ പിന്നീട് നമ്മളൊരു 3-4 വർഷം നോക്കിയാൽ ഗംഭീര റിട്ടേൺസ് ആയിരിക്കും തരിക. 76%, 13%, 38%, 40% അങ്ങനെ തന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു വർഷം 50% നെഗറ്റീവ് റിട്ടേൺസ് തരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ആക്ച്വൽ ഡേറ്റയാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സമയം പോലും ആക്ച്വലി 12% അടുത്തുള്ള നമ്പർ പോലും ഓരോ വർഷവും നിങ്ങൾ കാണില്ല. പക്ഷെ മൊത്തത്തിൽ അവസാനം നോക്കുമ്പോൾ എല്ലാ വർഷവും 12% തരുന്ന ഒരു FD പോലത്തെ സാധനം ഉണ്ടായിരുന്നെങ്കിൽ അതെത്രയാണോ റിട്ടേൺസ് തരിക, അതെത്രയാണോ പൈസ തരിക, അത്രത്തോളം പൈസയായിരിക്കും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം പോലും നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടാവില്ല, ഒരു 12% എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് റിട്ടേൺ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഹലോ എവ്രിവൺ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഈ ഇൻഹറന്റ് വോളറ്റിലിറ്റി എന്ന് പറയും, ഭയങ്കര എക്സ്ട്രീംസിലാണ് റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കുക. 50%, 70%, -20%, -30%. ആ ഒരു വോളറ്റിലിറ്റി നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു 12% പോയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഒരു റിട്ടേൺ പോലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റില്ല. മിക്ക സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ പ്രാക്ടിക്കലി നിങ്ങൾ ഈ 1-2 വർഷത്തെ ഈ നെഗറ്റീവ് റിട്ടേൺസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ പൈസ എടുക്കും. ആക്ച്വൽ റിട്ടേൺസ് വരാനുള്ള സമയത്ത് നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നഷ്ടമായിരിക്കും ഉണ്ടാകുക.
മിക്ക ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സും പ്രത്യേകിച്ച് നമ്മൾ കോവിഡിന് ശേഷം വന്നവർ നോക്കുകയാണെങ്കിൽ, കാരണം കോവിഡിന് ശേഷം ഒരു രസകരമായിട്ടുള്ള കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ കോവിഡിൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫോൾ ചെയ്തു, പക്ഷേ പെട്ടെന്ന് തന്നെ ബൗൺസ് ബാക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ 20%, 25% CAGR റിട്ടേൺസ് ആയിരിക്കും നിങ്ങൾ കഴിഞ്ഞ 3-4 വർഷം കണ്ടിട്ടുണ്ടാവുക. അതിന് കാരണം വെച്ചാൽ കോവിഡിന് ശേഷം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മിക്ക വർഷങ്ങളിലും പോസിറ്റീവ് റിട്ടേൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആകെ ഒരൊറ്റ വർഷം മാത്രം റിട്ടേൺസ് കുറഞ്ഞു പോയി, ബാക്കി എല്ലാ വർഷവും അത്യാവശ്യം നല്ല റിട്ടേൺസ് ആണ് വന്നത്. അപ്പോൾ നമ്മൾ ജനറലി എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ തന്നെയായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ബിഹേവ് ചെയ്യാന്നാണ്. പക്ഷേ റിയാലിറ്റീസ് ഇങ്ങനെയല്ല സ്റ്റോക്ക് മാർക്കറ്റ് ബിഹേവ് ചെയ്യുക. ചില വർഷങ്ങൾ വളരെ അധികം നെഗറ്റീവ് റിട്ടേൺസ് തരാൻ ചാൻസ് ഉണ്ട്, ചില വർഷങ്ങൾ കാര്യമായിട്ട് റിട്ടേൺസ് തരാൻ ചാൻസും ഇല്ല. അങ്ങനത്തെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയ രീതിയിലേ സ്റ്റോക്ക് മാർക്കറ്റ് പോകുള്ളൂ. നമുക്ക് അടുത്ത വർഷം എന്താ സ്റ്റോക്ക് മാർക്കറ്റ് 10% റിട്ടേൺ തരുന്നോ 12% റിട്ടേൺ തരുന്നോ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ചോദ്യം വരുന്നത്, ഓക്കെ അത്രത്തോളം അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ, ഇതുപോലെ നെഗറ്റീവ് 13%, 15% ഒക്കെ തരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് എന്തിനാണ് നിൽക്കുന്നത്, എന്തിനാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ആക്ച്വലി ഇതിനൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് FD പോലത്തെ ഫിക്സ്ഡ് ആയിട്ട് റിട്ടേൺസ് തരുന്ന 5%, 6%, 7% ഓൺ ആൻ ആവറേജ് തരുന്ന ഒരു FDയിൽ ഇൻവെസ്റ്റ് ചെയ്താലും മതി. ആകെയുള്ള പ്രശ്നം ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പാണ്. നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന പച്ചക്കറി മുതൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ വില കൂടിക്കൊണ്ടിരിക്കുന്ന റേറ്റ് ഓൾമോസ്റ്റ് 6 to 8% ഇടയിലായിരിക്കും വരിക. നിങ്ങൾ അർബൻ സിറ്റിയിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ എന്തായാലും ഒരു 7% പ്ലസ് ആയിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇൻഫ്ലേഷൻ. അപ്പോൾ ആ ഇൻഫ്ലേഷനെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്താ പറ്റുക വെച്ചാൽ നിങ്ങളുടെ അടുത്ത് കുറേ പൈസ ഉണ്ടാവും, പക്ഷേ ആ പൈസയുടെ പേർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് സേവിങ്സ് FDയിൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത് തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താ വെച്ചാൽ നിങ്ങളുടെ പേർച്ചേസിംഗ് പവറും കുറഞ്ഞാണ് വരിക. ഒരു 10, 20, 30 വർഷത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ റിട്ടയർമെൻറ്റ് ഗോൾസും അതുപോലെ വലിയ എന്തെങ്കിലും കാറ് വാങ്ങേണ്ട, വീട് വാങ്ങേണ്ട ഗോൾസൊക്കെ ഉണ്ട്. അതിലേക്ക് എത്താൻ ബുദ്ധിമുട്ട് കൂടും, കാരണം അതിൻ്റെയൊക്കെ വില ഭയങ്കര വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടൊക്കെ വരുന്നത്. ജനറലി നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഓരോ വർഷം തന്നില്ലെങ്കിലും മൊത്തത്തിൽ ഒരു 10 വർഷം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 7 വർഷം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 15 വർഷം നോക്കുകയാണെങ്കിൽ സാമാന്യ നല്ല റിട്ടേൺസ് വന്നിട്ടുണ്ട്. ആ സാമാന്യ നല്ല റിട്ടേൺസ് ആണ് നമ്മൾ പൊതുവേ 11, 18, 13, 14% എന്നൊക്കെ പറയാറുള്ളത്. അത് ആക്ച്വലി റിയാലിറ്റിയും കൂടിയാണ്. ആ റിയാലിറ്റി ഒന്നും കൂടി കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് നോക്കാം. എല്ലാ റോളിംഗ് 1 year പീരീഡും നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഈ നിഫ്റ്റി എന്ന് പറഞ്ഞ സാധനം, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സാധനം തുടങ്ങിയപ്പോൾ മുതൽ 1990 January 1 മുതൽ 1991 January 1 വരെ ആ ഒരു ഇയർ നമ്മൾ നോക്കുക. 1990 January 2 മുതൽ 1991 January 2 വരെയുള്ള ആ ഒരു ഇയർ നോക്കുക. അങ്ങനെ എല്ലാ 1 year ഇതുവരെയുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര 1 years ആക്ച്വലി നെഗറ്റീവ് റിട്ടേൺസ് വന്നിട്ടുണ്ട്? ഓൾമോസ്റ്റ് 18% ടൈംസും നെഗറ്റീവ് റിട്ടേൺസ് ആണത്. ആകെ 82% സമയം എന്ത് ചെയ്യുന്നുള്ളൂ ഈ പോസിറ്റീവ് റിട്ടേൺ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ അടുത്തൊരു വർഷം പോസിറ്റീവ് റിട്ടേൺ തന്നെ ഉണ്ടാക്കാൻ, 0ൻ്റെ മുകളിൽ ഉണ്ടാക്കാനുള്ള ചാൻസ് 100% അല്ല, 80% ഉണ്ടാവുള്ളൂ. ഒരു 20% ചാൻസ് നെഗറ്റീവ് റിട്ടേൺ ഉണ്ടാക്കുക എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. എന്നാൽ ഇതേ കാര്യം നമ്മൾ 3 yearsലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഹിസ്റ്റോറിക്കലി എല്ലാ 3 yearsഉം അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വെറും 2% സമയമേ ഈ നിഫ്റ്റി 50 നെഗറ്റീവ് റിട്ടേൺസ് വന്നിട്ടുള്ളൂ. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും മിക്ക മ്യൂച്വൽ ഫണ്ട്സിനും ഏതാണ്ട് ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ബാക്കി 98% പോസിറ്റീവ് റിട്ടേൺസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത 3 yearsൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു ശതമാനം പോസിറ്റീവ് റിട്ടേൺസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. പക്ഷെ അപ്പോഴും വേറൊരു പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ വെറുതെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടല്ലോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ബാങ്കിൻ്റെ FDനേക്കാളും റിട്ടേൺസ് ഉണ്ടാക്കണം. അതല്ലാതെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ FD 6% ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 3 yearsൽ അതിനെ പൊട്ടിക്കാനുള്ള ചാൻസ് എത്രയാണ്? അതും 100% ഒന്നുമില്ല, 83% ഉള്ളൂ. അപ്പോൾ 3 വർഷത്തേക്ക് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാങ്കിനേക്കാളും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയേ പറ്റുള്ളൂ, എന്നാലേ ഇത് ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് മോശമില്ലാത്തൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഉറപ്പും അപ്പോഴും പറയാൻ പറ്റില്ല. ഇതേ കാര്യം പക്ഷേ നമ്മൾ 5 yearsലൊക്കെ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഹിസ്റ്റോറിക്കലി കണ്ടിട്ടില്ല. ഫ്യൂച്ചറിൽ കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഹിസ്റ്റോറിക്കലി ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല ഒരു 90% ചാൻസ് നിങ്ങൾക്കുണ്ട് FDനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 7 yearsലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നെഗറ്റീവ് റിട്ടേൺസ് ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല 99% സമയം, അതായത് ഓൾമോസ്റ്റ് 100% സമയം FDനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ആ FDനെ ബീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് 7% ആയിട്ടല്ല, മിക്ക സമയത്ത് 8%, 9%, 10% ലെവലിലേക്ക് ആയിരിക്കും ബീറ്റ് ചെയ്യുക. എന്നാൽ 10 വർഷമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും 6%-നേക്കാളും താഴെ റിട്ടേൺസ് ഒന്നുമില്ല. അതായത് ഏത് 10 വർഷം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിയില്ല എന്ന് മാത്രമല്ല 6%-നേക്കാളും താഴെ തെറ്റിയിട്ടുണ്ടാവില്ല. അതിൽ തന്നെ 12%-നേക്കാളും നമ്മൾ ഈ പറയുന്ന 12% ഇല്ല, അതിനേക്കാളും കൂടുതൽ 53% സമയം തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 50% സമയം 12%, 6% ഇടയിലായിരിക്കും തന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ചിലപ്പോൾ 8% ആവും, ചിലപ്പോൾ 9% ആവും. പക്ഷേ എന്തായാലും FDനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലേഷനെ കാര്യമായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം നോക്കിയപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. നിങ്ങൾ ഷോർട്ട് ടേമിലേക്ക്
1 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, ഈവൻ 5 ഇയറിലായിക്കോട്ടെ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ പൈസ ഇട്ടിട്ട് എനിക്ക് 8%, 9%, 10%, 11% വേണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് നടക്കാനുള്ള ചാൻസ് ഗ്യാരണ്ടീഡ് അല്ല. പ്രത്യേകിച്ച് 1 ഇയർ ഒക്കെ ആണെങ്കിൽ മിക്കവാറും നടക്കാതിരിക്കാനുള്ള ചാൻസ് ആണുള്ളത്. 5 ഇയറിലൊക്കെയാണ് കുറച്ചുകൂടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത 5 ഇയേഴ്സിലേക്ക് വേണ്ട ഒരു പൈസയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇക്വിറ്റിയിൽ മാത്രം അഥവാ സ്റ്റോക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മണ്ടത്തരായിരിക്കും. നിങ്ങൾക്ക് വേണം സ്റ്റോക്സിലും ഡെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്റ്റോക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ആക്ച്വലി മണ്ടത്തരായിരിക്കും. മിക്കവാറും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാനാണ് ചാൻസ് ഉള്ളത്. എന്നാൽ 7 ഇയേഴ്സിലേക്കും 10 ഇയേഴ്സിലേക്കും നിങ്ങൾക്ക് ആ പൈസ ആവശ്യമില്ല എങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, റിട്ടയർമെൻറ്റ് ആയിക്കോട്ടെ, വീട് വാങ്ങാനായിക്കോട്ടെ, കാർ വാങ്ങാനായിക്കോട്ടെ, അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു മ്യൂച്വൽ ഫണ്ട്സും അതുപോലെ സ്റ്റോക്സൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നല്ല മ്യൂച്വൽ ഫണ്ടിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, FDനെ ബീറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അതേപോലെ കാര്യമായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ചാൻസും ഉണ്ട്. കാര്യമായിട്ടുള്ള റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ കോവിഡിന് ശേഷം ഉണ്ടായ 25% ആ ലെവലിൽ റിട്ടേൺ ഒന്നുമല്ല, ഒരു 10 to 14% ഇടയിലുള്ള ഒരു റിട്ടേൺസ്, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, കഴിഞ്ഞ 1-2 വർഷമൊക്കെ ഭയങ്കര മോശം പെർഫോമൻസ് അല്ലേ? അപ്പോൾ ഈ ഒരു മോശം പെർഫോമൻസ് നമുക്കൊരു പ്രതീക്ഷയുണ്ടോ അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷം നല്ല റിട്ടേൺസ് ഉണ്ടാകും എന്നുള്ള കാര്യം? അപ്പോൾ ഇവിടെ നമുക്ക് എക്സാക്ട്ലി ഒരിക്കലും പറയാൻ പറ്റില്ല അടുത്തൊരു വർഷത്തിൽ എല്ലാം റിക്കവർ ചെയ്ത് പഴയ പോലെ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ വേറെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഓവറോൾ എക്കണോമിയുടെ കാര്യം ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇറാൻ, ഇസ്രായേൽ, US ചേർന്നിട്ടുള്ള യുദ്ധം അത് ഭയങ്കര നെഗറ്റീവ്ലി നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അടുത്തൊരു വർഷത്തിൽ ഇത്ര റിട്ടേൺസ് തരുമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ഹോപ്പുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം, ഈ റീസെൻറ്റ് കറക്ഷൻ, അതായത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നടന്ന കറക്ഷൻ, മാർക്കറ്റ് ഫോൾ ചെയ്തതിൻ്റെ കാരണം ഓൾമോസ്റ്റ് ഒരു 11%, ഞാൻ ഇന്നൊക്കെ നോക്കുകയാണെങ്കിൽ 12% ടോട്ടലായിട്ട് ഫോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇന്ത്യൻ എക്കണോമിയിലോ ഇന്ത്യയിലെ കമ്പനിക്കോ എന്തെങ്കിലും കുഴപ്പം പറ്റിയുകൊണ്ടല്ല, വാർ കാരണം ഒബ്വിയസ്ലി എന്താണ്, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്, വേറെ പല കാര്യങ്ങളുടെ പ്രൈസും കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രൈസ് കൂടിയതിൻ്റെ എഫക്റ്റാണ് ഇത് കാണുന്നത്. ഒബ്വിയസ്ലി ആ ഒരു കാര്യം ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ ഒരു 3-4 വർഷത്തേക്ക് നടന്നുകൊണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് റിക്കവറി വരേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഷോർട്ട് ടേം ഫോൾ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ആസ് ലോങ് ആസ് ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടായാൽ. അപ്പം അത് ഇന്ത്യയുടെ പ്രശ്നമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം അതിലുള്ളത്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഈ കാര്യമായിട്ട് റിട്ടേൺ തരുന്നത്, 10%, 12% റിട്ടേൺ തരുന്നത്? പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള കമ്പനികൾ, ഓരോ സ്റ്റോക്സും ഓരോ കമ്പനികളാണ്. ആ കമ്പനികൾ ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രോഫിറ്റും 10-12% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കമ്പനീസിൻ്റെ റിട്ടേൺസും ഓൾമോസ്റ്റ് ആ ലെവലിൽ തരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്പനീസിൻ്റെ ഏർണിങ്സ് നന്നായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലെവലിൽ നമുക്ക് കിട്ടാവുന്ന റിട്ടേൺസും നന്നായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ഇന്ത്യയിലെ കമ്പനീസ് എല്ലാം പൊട്ടയാണ്, ഇന്ത്യയുടെ എക്കണോമി തകർന്നുകൊണ്ടിരിക്കുകയാണ്, കമ്പനീസിന്റെ പ്രോഫിറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കാര്യമായ റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, അത് താഴേക്ക് പോകും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 2023 മുതൽ ഓരോ വർഷവും നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനീസ് ഓൺ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ EPS, ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറയും, ഓരോ ഷെയറിൻ്റെ ഏർണിംഗ്സ് പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഹെൽത്തി രീതിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 18%, 18%, 6%, ഒരു വർഷം കുറച്ച് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ വർഷം ഇതുവരെ നോക്കുകയാണെങ്കിൽ 10 to 12% ആണ് എക്സ്പെക്റ്റഡ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിട്ടേൺസും അതിനെ റിഫ്ലക്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇവൻച്വലി. അതിപ്പോൾ ഈ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 1% ആയിരിക്കും, പക്ഷേ ഈ ഒരു ഏർണിങ്സ് അടുത്ത വർഷം 12% കൂടി, അതിൻ്റെ അടുത്ത വർഷം ഒരു 12-10% കൂടി കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിന് റിട്ടേൺ തന്നേ പറ്റുള്ളൂ എന്നുള്ള ലെവലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക്ക് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല, ഇന്ത്യയിലുള്ള കമ്പനീസിന് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് അടുത്തൊരു വർഷത്തിലല്ല, നമുക്ക് പറയാൻ പറ്റില്ല, എന്തായാലും ഒരു 3-4-5 ഇയേഴ്സ് പീരീഡിൽ കാര്യമായിട്ട് നന്നായിട്ട് റിട്ടേൺസ് തന്നേ പറ്റുള്ളൂ എന്നാണ് അവിടുത്തെ ഒരു ലോജിക്. ഇനി ആസ് എൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് കാര്യം 5 വർഷത്തിനേക്കാളും മുകളിലുള്ള ഗോൾസിന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുക, മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇടുക. അതല്ലാതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ടുള്ള FDയോ അല്ലെ ഏതെങ്കിലും ഡെറ്റ് ഫണ്ടിലും ഇടാം. ഡെറ്റ് ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ FDയും മതിയാവും. ഇങ്ങനെ പറയുമ്പോൾ മിക്ക ആൾക്കാരും ഓക്കെ 5 വർഷമല്ലേ, ഞാൻ വെയിറ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷേ നിങ്ങൾ സീരിയസ്ലി കൺസിഡർ ചെയ്യണം, 5 വർഷം കഴിയുമ്പോഴും നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇട്ട പൈസ 1 രൂപ പോലും കൂടിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ പരിപാടിക്ക് നിന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ പൈസ FDയിൽ ഇട്ടാലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനം ഉണ്ടാവും. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അതിൻ്റെ മോശം വശവും നമുക്ക് ബെയർ ചെയ്യാൻ സഹിക്കാൻ പറ്റണം, അതല്ലാണ്ട് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങോട്ടുള്ള ഒരു 1 ഇയറും 3 ഇയറും 5 ഇയറും ഒരിക്കലും വിചാരിക്കരുത് ഇങ്ങനെ റിട്ടേൺ തന്നോളും, കമ്പനീസ് ഗ്രോ ചെയ്യുമ്പോൾ എല്ലാം അങ്ങനെ പോസിറ്റീവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കരുത്. മിക്ക സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോവല്ല ചെയ്യുക. അടുത്തൊരു വർഷത്തിൽ അടുത്ത 3 വർഷത്തിൽ റിട്ടേൺസ് തരുമെങ്കിൽ ഒറ്റയടിക്ക് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പോവല്ല ചെയ്യുക. മിക്ക സമയത്തും കുറച്ച് റിട്ടേൺസ് തരും, പിന്നെ വീണ്ടും ഫോൾ ചെയ്യും,
പോർട്ട്ഫോളിയോ വീണ്ടും നെഗറ്റീവ് റെഡിലായിരിക്കും ഉണ്ടാവുക. കളറൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ വീണ്ടും കുറച്ച് മുകളിലേക്ക് വരും, വീണ്ടും ചിലപ്പോൾ താഴേക്ക് ഫോൾ ചെയ്യും, കുറേ നാൾ വെറുതെ നിൽക്കും. അങ്ങനത്തെ ഒരു ജേണി ആയിരിക്കും വീണ്ടും വിത്തിൻ 1 ഇയർ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു വർഷത്തിൽ 50% റിട്ടേൺ തന്നാലും ഒറ്റ ദിവസം അങ്ങോട്ട് 50% തരില്ലല്ലോ. അല്ല എല്ലാ ദിവസവും 2% ഇത് കൂടുകയല്ല ചെയ്യുക. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റെഡ് കണ്ടുകൊണ്ടിരിക്കും. ആ റെഡിനെ നമുക്ക് കുറച്ചൊരു രസമൊക്കെ തോന്നിയാൽ ആ റെഡ് കാണുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു ലാസ്റ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുക വളരെ വോൾട്ടൈലായ രീതിയിലാണ്. എന്നിട്ട് പെട്ടെന്നായിരിക്കും ഒരു ഫോളും തരിക. പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പവർ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആ ബുൾ റൺസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ അടുത്ത ബുൾ റണ്ണ് വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം. ആ പിടിച്ചു നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ മാജിക് അപ്പോഴായിരിക്കും മനസ്സിലാവുക. കോവിഡിൻ്റെ സമയത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാജിക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കോവിഡിൻ്റെ സമയത്തൊക്കെ അഗ്രസീവ്ലി അതിനുശേഷം ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. പോർട്ട്ഫോളിയോയുടെ വാല്യൂ എന്താണെന്ന് ഞാൻ നോക്കൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് എപ്പോഴോ ഒരു 1-2 വർഷം കഴിയുമ്പോൾ നോക്കുമ്പോൾ ഒരു 0 എക്സ്ട്രാ അതിൽ കൂടുതലായിട്ട് കണ്ടു. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു രസം മനസ്സിലാവുക. പക്ഷേ ഇനി അങ്ങനത്തെ ഒരു സമയം വരാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് കാത്തിരിക്കേണ്ടി വരും. അതിന് വേണ്ടി ഒരു പേഷ്യൻസ് നിങ്ങൾ കീപ്പ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാൻ സ്റ്റോക്ക് മാർക്കറ്റിനും മ്യൂച്വൽ ഫണ്ടിനൊക്കെ സാധിക്കും. പക്ഷേ ആ പേഷ്യൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് വല്ല FDയിലോ വല്ല ഇടുന്നതായിരിക്കും നല്ലത്. ലോ റിട്ടേണും കുറച്ചുകൂടി സമാധാനവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. മാത്രമല്ല ഇവിടെ വേറൊരു കാര്യമുള്ളത്, 1-2 വർഷത്തേക്കൊക്കെ മാർക്കറ്റ് കാര്യമായിട്ട് റിട്ടേൺ തരാതിരിക്കുകയാണ് ലോങ് ടേമിലേക്ക് നല്ലത്. കാരണം എന്താ പ്രശ്നം വെച്ചാൽ എല്ലാ വർഷവും ഇതുപോലെ പോസിറ്റീവ് റിട്ടേൺ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉള്ളൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും എക്കണോമിയിൽ ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ, ഇന്ത്യൻ എക്കണോമിയിലോ കുഴപ്പം വന്നു കഴിഞ്ഞാൽ, കമ്പനീസിൽ കുഴപ്പം കഴിഞ്ഞാൽ, ഇന്ത്യയെ സംബന്ധമായിട്ടൊരു വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ ക്രാഷ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എല്ലാ വർഷവും പോസിറ്റീവ് റിട്ടേൺ വന്നിട്ട് മാർക്കറ്റ് ഓൾറെഡി പീക്കിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഒരു ബാഡ് ന്യൂസ് വന്നാൽ ഭയങ്കര ഒരു ക്രാഷ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷം ഒരു മോശമില്ലാത്ത രീതിയിൽ വല്ല 0% ഒരു ചെറിയ നെഗറ്റീവ് ഒക്കെ തന്നിട്ട് പിന്നെ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിലൈസ് ആയിട്ട് വലിയൊരു ബുൾ റൺ തരുമ്പോഴായിരിക്കും കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് മാർക്കറ്റ് പോവുക. മാർക്കറ്റ് ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിലും എപ്പോഴും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് ബുൾ റൺ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഇന്ത്യ ആസ് എൻ എക്കണോമിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. നിങ്ങളുടെ സ്വന്തം ബുദ്ധിയും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിച്ചിട്ട് വേണം ഓരോ നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കാൻ. ഡേറ്റയുടെ അടിസ്ഥാനത്തിലും ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലും പിന്നെ എൻ്റെ അഭിപ്രായം കൂടെ ചേർത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളോട് പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.